ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഞാൻ രൂപ. അപ്പോൾ മാമിന് കുറച്ചൊരു ഇന്റർവ്യൂ കൊടുക്കണം. ഡെർമറ്റോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞാൽ മതി ജനറലായിട്ട്. ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നത് വെച്ചാൽ ചോദിക്കില്ല, ജനറലായിട്ട് പറഞ്ഞാൽ മതി മാം. വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട്, ജനറേഷൻ അനുസരിച്ചിട്ട് പിന്നെ സൗന്ദര്യം അതെല്ലാവർക്കും ഇപ്പം അത്യാവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ആർക്കും സ്വന്തം ഓൾറെഡി ജനിച്ചപ്പോഴുള്ള സ്കിന്നിനോട് ആർക്കും താല്പര്യമില്ല. അപ്പം അതിനെ കുറച്ചുകൂടി സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പം അതിന് നമ്മളിപ്പോൾ ക്രീംസ് ഇറങ്ങുന്നുണ്ട്. ഒരുപാട് ക്രീംസ് ഒക്കെ ഇങ്ങനെ അവൈലബിൾ ആണ്, ചീപ്പ് കോസ്റ്റിന് അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്ന ട്രെൻഡാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നല്ലതാണോ മാം? എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിനെ അഫക്റ്റ് ചെയ്യുന്നത്? അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അതായത് നമുക്ക് ഈ മാർക്കറ്റിൽ ഇപ്പൊ കിട്ടുന്ന ക്വാളിറ്റി കുറഞ്ഞ അതും പിന്നെ റേറ്റ് കുറഞ്ഞതായ ക്രീംസ് എല്ലാം നമ്മൾ നോക്കിയാൽ കാണാം അതിന്റെ കണ്ടന്റ്സ്, അതിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുക്കൾ എന്തൊക്കെയാണ് എന്നുള്ളത് ആ ടബിലോ അതിന്റെ ബോക്സിലോ എവിടെയും തന്നെ അവര് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ മെൻഷൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിൽ എത്ര ശതമാനം ഉണ്ട്, അപ്പൊ അത് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും, എത്ര നാൾ നമുക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ഒരു ഇത് പറയാൻ പറ്റില്ല. എന്നാൽ അതിൽ എന്തെങ്കിലും ഉണ്ടെന്ന് ആദ്യം ഉണ്ടാക്കിയ ആൾക്ക് മാത്രമേ അറിയൂ, നമുക്ക് അറിയില്ല. അധികവും അതില് നമുക്ക് എന്നാൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വെക്കുന്ന രീതിയിൽ അലൗഡ് അല്ലാത്ത കെമിക്കൽസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പല സ്റ്റഡീസ് നമുക്കിപ്പോൾ കണ്ടിട്ടുള്ളത്. അതൊക്കെ ബാൻ ചെയ്തിട്ടുള്ള രാസവസ്തുക്കളാണ് അവരതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അത് ക്ലിയർ ആയിട്ട് അവരുടെ ബോക്സിൽ മെൻഷൻ ചെയ്യാത്തതും. അപ്പൊ അത് പലപ്പോഴും ആൾക്കാർക്ക് അറിയുന്നില്ല. അതൊക്കെ ഇല്ലീഗലായിട്ടും അങ്ങനെ ലോക്കലായിട്ടൊക്കെ ആൾക്കാർ ഉണ്ടാക്കി ഇങ്ങനെ അറിയുന്ന ഒരു നെയ്ബേഴ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. ചില സൂപ്പർ മാർക്കറ്റിൽ വരുന്നത് പിന്നെയും എന്തെങ്കിലും ഒരു പേര് ബ്രാൻഡൊക്കെ ഉണ്ട്. അല്ലാതെയും കുറെ ക്രീമുകൾ വരുന്നുണ്ട്, അതിന് പേരോ ഒന്നും ഒന്നും ഇല്ലാത്ത രീതിയിൽ. അപ്പം അതിലും ഭയങ്കര ഹൈ ഡോസിൽ ഈ പറഞ്ഞ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചില ക്രീംസും ഓയിൻമെന്റ്സും ഉള്ള കണ്ടന്റ് ഒക്കെ അതിലുണ്ടാവാം. പക്ഷെ അത് എത്രത്തോളം ഉണ്ട്, ഏത് പെർസെൻറ്റേജിലുണ്ട് ഒന്നും നമുക്ക് അറിയില്ല. അപ്പൊ അതുപോലെ ഹൈ കോൺസെൻട്രേഷൻ ഇതുപോലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇതെല്ലാം നമ്മളൊരു കൺട്രോൾ രീതിയിലാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ 2 ആഴ്ച ഇടണം എന്ന് പറഞ്ഞാൽ 2 ആഴ്ച ഇടാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് സൈഡ് എഫക്റ്റ് വരും. അല്ല മാം, ഇവരിപ്പോ ആഡ് ചെയ്യുമ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഡെർമറ്റോളജിക്കലി പ്രൂവൻ ആണ്, ടെസ്റ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. ആ പറയുന്നത് എന്ത് വേണമെങ്കിലും പറയാലോ. പക്ഷെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഒക്കെ ആയിട്ട് വരുന്ന ബ്രാൻഡ്സ് ഉണ്ട്. അതുപോലെ അതേ സിമ്പിളും അതേ ഇതാണോ ഇവരും ഫോളോ ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ബാക്കിയുള്ള ലീഗൽ ഇതും കൂടെ അവർ ഫോളോ ചെയ്യണം. അതായത് അവരെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് മെൻഷൻ ചെയ്യണം. അതാണ് അതിന്റെ ഒരു ഫോർമാലിറ്റി. അത് അവർ ചെയ്യുന്നില്ല. അപ്പൊ അത് ചെയ്യാത്തവര് എന്തായാലും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് എന്ന് പറയുന്നത് വെറുതെ ഒരു ഫോൾസ് ക്ലെയിം ആയിരിക്കും. ശരിക്കും ഒരു ടെസ്റ്റഡ് ഒന്നും ആയിരിക്കില്ല. യൂസ് ചെയ്തിട്ട് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേന് തന്നെ മാറ്റം കാണാൻ പറ്റും. വെളുത്തിട്ട് പാർന്ന് തന്നെയാണ് ശരിക്കും. അതെ. അത് അങ്ങനെ ഒരു എഫക്റ്റ് വന്നാലും ചിലപ്പോൾ അത് ലാസ്റ്റ് ഇല്ല. നമ്മൾ ആ ഓയിൻമെന്റ് നിർത്തുമ്പോൾ നമ്മുടെ ഈ കളർ ഫെയ്ഡായിട്ട് നോർമൽ കളറിലേക്ക് വരാനും ചിലപ്പോൾ ആ നോർമലിനേക്കാളും ഡാർക്ക് ആവാനും ചാൻസ്. മുഖത്ത് ഇതുവരെ ഇല്ലാത്ത കുരുക്കള്, രോമ വളർച്ച, സ്കിൻ തിന്നായി പോവാം, രക്തക്കൊഴലുകൾ വിസിബിൾ ആവുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട് കുറെ നാൾ ഉപയോഗിക്കുന്നത്. ഒരാഴ്ച അങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ ഡാമേജ് വരാറില്ല. പക്ഷെ മാസങ്ങളോളം ഉപയോഗിക്കുമ്പോഴാണ് ഇതിന്റെ പ്രോബ്ലംസ് വരുന്നത്. അപ്പൊ മാം ഇതുപോലെ യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് വന്ന ആൾക്കാർ മാമിന് നമ്മുടെ ഇവിടെ ഡെയിലി വരുന്ന കുറെ പേര് ഇതുപോലുള്ള ക്രീംസ്, അതായത് അവരുടെ നെയ്ബേഴ്സോ അവരുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ നിങ്ങളും ഇത് തന്നെ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞത്. എല്ലാത്തിനും ഇതേ ഒരു സൊല്യൂഷനാണ്. മൂക്കുരു ആണെങ്കിൽ ഇതേ ക്രീം, വെളുക്കാണെങ്കിൽ ഇതേ ക്രീം, എന്ത് പ്രശ്നമാണെങ്കിലും കറുത്ത പാടാണെങ്കിൽ ഇതേ ക്രീം. ഈ ഒരു ക്രീം ആണ് എല്ലാത്തിനും തന്നെ ഉപയോഗിക്കുന്നത്. അവരെല്ലാ പ്രോബ്ലം അവർക്ക് സോൾവ് ആയതുപോലെ തോന്നും. അതിനാൽ അത് നമുക്ക് അതേ ക്രീം നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മളത് ഉപയോഗിക്കാത്തത് അതിന്റെ സൈഡ് എഫക്ട്സ് പേടിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് സേഫ് ആയിട്ട് കളർ കുറയ്ക്കാനും സേഫ് ആയിട്ട് മൂക്കൊരു ട്രീറ്റ് ചെയ്യുന്നതിനും ഇതിനെല്ലാം സ്കിന്നിന്റെ ഒരു എന്താ പറയുക, ഒരു ജീവനുള്ള നമ്മളുടെ ഒരു ഹ്യൂമൻ ബീയിന്റെ ഒരു പാർട്ടാണ്. അപ്പൊ ഒരിക്കലും അതിങ്ങനെ പെർഫെക്റ്റോ ഗ്ലാസ് പോലെയോ ഒരു കുരു വരാതെ ഒരു കല വരാതെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഒരിക്കലും പെർമനന്റും അല്ല. സ്കിന്നിങ്ങനെ എല്ലാ മന്തിലും പുതിയതായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മൾ ആ മെയിൻ്റനൻസ് ട്രീറ്റ്മെന്റ് വേണം. അപ്പൊ നമ്മളെ ട്രീറ്റ്മെന്റ് നമ്മൾ എപ്പോഴും പറയും ടൈം എടുക്കും. 4 to 8 weeks വരെ എടുക്കണം. ഇപ്പം സ്കിൻ ലൈറ്റൻ ചെയ്യാനാണെങ്കിലും ടാൻ റിമൂവ് ചെയ്യാനാണെങ്കിലും
ആക്നെ മാറ്റാനാണെങ്കിലും അവർ ആ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ നമ്മൾ പറയുന്ന പോലെ 4 to 8 വീക്സ് മിനിമം ചെയ്താലാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു നോർമൽ. പക്ഷെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ അവർ ആ അലൗഡിൽ കൂടുതലുള്ള പെർസെൻറ്റേജിലൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് ആ റിസൾട്ട് കിട്ടുന്നത്. ശരിക്കും അത് വൈറ്റനിങ് അല്ല, വൈറ്റനിങ് പറയാൻ പറ്റില്ല. നമ്മുടെ സ്കിന്നിന്റെ ടോപ്പ് ലെയേഴ്സ് അതെ. അപ്പൊ നമുക്ക് വെയിലത്ത് പോകുമ്പോൾ സ്കിന്ന് ചുമക്കാനും വെയിലത്ത് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ, കാരണം നമ്മുടെ സ്കിന്നാണ് നമ്മുടെ വെയിലിൽ നിന്നും പല പുറത്തുള്ള കാര്യങ്ങളും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രൊട്ടക്ഷൻ പോകുന്നുണ്ടാവും. അപ്പൊ വെയിൽ കൊള്ളുമ്പോൾ മുഖം ചുമന്ന് വരാനും മുഖത്ത് ബേൺസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മളെ സ്കിന്ന് ഇങ്ങനെ തിന്നായി പോവാണ് അവിടെ. അപ്പൊ ഇതുപോലെ തന്നെ എക്സ്റ്റേണൽ കെയർ മാത്രം മതിയോ മാം ഒരു സ്കിന്നിന്? ഒരിക്കലല്ല, നമുക്കറിയാം നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. നമ്മൾ എത്ര ഹെൽത്തി ആയി ജീവിക്കുന്നോ അത്രയും നന്നായിരിക്കും നമ്മുടെ സ്കിന്ന്. ഓരോ ഓയിൻമെന്റും ഒരു ക്രീമും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈല് കറക്റ്റ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്ന് ഗ്ലോ ചെയ്യും. നമ്മൾ ഓയിൻമെന്റും ക്രീമിനും ഒരു സെക്കൻഡറി റോള് മാത്രമേ ഉള്ളൂ. നമ്മളിത് സ്കിന്നിൽ ഉണ്ടായി വരുന്ന നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് സ്കിന്നിലുണ്ട്. ഇപ്പൊ നമ്മുടെ ഫേസിലെ സ്കിൻ മാത്രമല്ല, സ്കിന്ന് നമ്മുടെ ഫുൾ ബോഡി ഉള്ളൊരു ഓർഗനാണ്. അപ്പോൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങനെ ഉണ്ട്. പിന്നെ ചിലർ ജനറ്റിക്കലി പാരമ്പര്യമായിട്ടോ അല്ലാണ്ടോ അവർക്ക് മൂക്കുരു വരാൻ ഇങ്ങനെ ഒരു ടെൻഡൻസി കൂടുതലുള്ളവരുണ്ട്. അവരിപ്പം അവർ ലൈഫ് സ്റ്റൈൽ മോശമായിട്ടല്ല, ഈ ടീനേജിലൊക്കെ മൂക്കുരു ചിലവർക്ക് വരും, ചിലർക്ക് വരില്ല. അപ്പം അതൊന്നും അവര് ഒന്നും ചെയ്യുന്നോണ്ടെന്ന് പറയാൻ പറ്റില്ല, ഇന്ന ഫുഡ് കഴിച്ചതുകൊണ്ട് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അത് അങ്ങനെയുള്ളവർക്ക് അങ്ങനെ വരും. അപ്പൊ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. എല്ലാവരും സ്കിൻ ഒരേപോലെ അല്ല. അപ്പോ വേറെ എന്തെങ്കിലും ടിപ്സോ എന്തെങ്കിലും കാര്യങ്ങളോ സ്കിൻ കെയറിനെ പറ്റിട്ട് എന്തെങ്കിലും? സ്കിൻ കെയർ ഭയങ്കര ബേസിക് ആക്കി വെക്കാം. വളരെ നല്ലോണം വലിയ വില കൂടിയ പ്രോഡക്ട്സ് ഉപയോഗിക്കണമെന്നോ, മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് കുറേ 5-6 പ്രോഡക്ട്സ് ഡെയിലി ഉപയോഗിക്കണം, സിറം ഉപയോഗിക്കണം, അത് ഉപയോഗിക്കണം, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഭയങ്കര മിനിമം ആയിട്ടുള്ള സ്കിൻ കെയർ മതി. പക്ഷെ നമ്മളത് റെഗുലർ ആയിട്ട് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുക. ഒരു സൺസ്ക്രീൻ, ഒരു മോയ്സ്ചറൈസർ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് സ്കിൻ കൺസേൺ ഉണ്ടെങ്കിൽ, മോക്കുരു അല്ലെങ്കിൽ കറുത്തപ്പാട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഒരു ഓയിൽമെന്റോ ക്രീമോ എന്തെങ്കിലും ഉപയോഗിക്കാമെന്ന് മാത്രം. അല്ലാണ്ട് കുറേ കാര്യങ്ങൾ, കുറേ സിറംസ് അങ്ങനെ എല്ലാം ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനായിട്ട് നല്ലോണം സ്പെൻഡ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് ഒരിക്കലും ലാസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ എത്ര നാൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ അത്ര നാൾ മാത്രമേ നമുക്ക് സ്കിന്നിൻ്റെ ആ ഒരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക. അതിൽ തന്നെ നല്ലൊരു ചേഞ്ച് സ്കിന്നിൻ്റെ ടെക്സ്ചറിനും ഒരു യൂണിഫോം സ്കിൻ പിഗ്മെന്റേഷനൊക്കെ അത് ഹെൽപ്പ് ചെയ്യും. ഫ്രണ്ട്സ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോ. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഒരു പാർട്ട് കൂടി നമുക്ക് ചെയ്യാം. അതായത് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് ഡോക്ടർ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.